തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസങ്ങളില്ല. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രചരണവുമായി ശക്തമായി രംഗത്തുണ്ട്. തിരുവനന്തപുരത്തെ കരുമം വാർഡ് പിടിക്കാൻ BJP കളത്തിലിറക്കിയിരിക്കുന്നത് ആശാനാഥിനെയാണ്. ഇപ്പോൾ ആശാനാഥ് നമ്മളോടൊപ്പമുണ്ട്. ചേച്ചി, പ്രചരണമൊക്കെ ഏതുവരെയായി? മഴയൊന്നും വകവയ്ക്കാതെയുള്ള ശക്തമായ പ്രചരണമാണല്ലേ നടക്കുന്നത്? മഴയൊന്നും നമ്മൾ നോക്കുന്നില്ല. കാരണം ശക്തമായിട്ടുള്ള പ്രചരണവുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കരിമം വാർഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വാർഡാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് പിടിക്കണമെന്ന രീതിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി മഴയൊന്നും വെയിലൊന്നും ഒന്നും വകവയ്ക്കാതെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. എത്രത്തോളം ഉണ്ട് ഒരു വിജയപ്രതീക്ഷ? 100% വിജയപ്രതീക്ഷയുണ്ട്. കാരണം ആൾക്കാരുടെ റെസ്പോൺസ് അത്രയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ്. നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ BJP ജയിക്കണമെന്ന രീതിയിലാണ് ഓരോ ആൾക്കാരും സംസാരിക്കുന്നത്. കാരണം BJP വന്നാൽ ഒരുപാട് വികസന നേട്ടങ്ങളുണ്ടാകും, സാമൂഹ്യപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. അവർക്ക് അവകാശപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ BJPയുടെ ഒരു ജനപ്രതിനിധി വന്നാൽ സാധിക്കുമെന്ന് ഓരോ ജനങ്ങളിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് 100% ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയിട്ടാണ് ഓരോ പ്രവർത്തകരും വർക്ക് ചെയ്യുന്നത്. ഈ മറ്റ് രണ്ട് മുന്നണികളും ഇതുപോലെ തന്നെ ശക്തരായ നേതാക്കളെ തന്നെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കടുത്ത മത്സരം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഈ വാർഡിൽ? തീർച്ചയായിട്ടും കടുത്ത മത്സരം തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പാകുമ്പോൾ ഒരാൾ തന്നെയായിരിക്കും വിജയിക്കുന്നത്. ആ ഒരു വിജയി നമ്മളായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും അതേ രീതിയിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ റെസ്പോൺസ് വെച്ച് നമുക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിവാദങ്ങളും അതുപോലെ തന്നെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ ഒരു പ്രമുഖ നേതാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ളൊരു ചാൻസ് ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം സാധാരണ ജനങ്ങൾ അവരുടെ വിശ്വാസമുള്ളതുകൊണ്ട്, അയ്യപ്പനിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവരുടേതായ സമ്പാദ്യമൊക്കെ തന്നെ ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സാധാരണക്കാരുടെ സമ്പാദ്യം പോലും വിറ്റ് തുലയ്ക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ജനങ്ങൾക്ക്, കാരണം അയ്യപ്പന് പോലും അവിടെ സുരക്ഷിതത്വം ഇല്ല. അപ്പോൾ ഓരോ ജനങ്ങൾക്കും അവരുടെ മനസ്സിലുണ്ട്. കാരണം തങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ സംരക്ഷിക്കുവാനായിട്ട് തങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികളായിട്ട് അവിടെ ഇരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ആളുകളും ഒക്കെ തന്നെ തങ്ങളുടെ ദൈവത്തിനെ പോലും സംരക്ഷിക്കാതെ അവരുടെ പോലും വിറ്റു തുലയ്ക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഈ വോട്ടിലൂടെ ജനങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജനങ്ങളും അവരുടെ ഈ ഒരു വോട്ടവകാശം ഇതിനെതിരെ പ്രതികരിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഒരു ഭരണവിരുദ്ധ വികാരം അതിപ്പോൾ കോർപ്പറേഷനിലായാലും സംസ്ഥാനത്തൊട്ടാകെ ആയാലും നിലനിൽക്കുന്നുണ്ട്. അതിൽ ജനങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മറുപടി കൊടുക്കാനുള്ളൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവരും വ്യക്തമായിട്ടറിയാം, കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എങ്ങനെയായിരുന്നു എന്ന്. ഇത്രയും കെടുകാര്യസ്ഥത നിറഞ്ഞ, അഴിമതി നിറഞ്ഞ ഒരു ഭരണം തിരുവനന്തപുരം നഗരത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഒരു മേയറെ തിരുവനന്തപുരം ജനത കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല വിഷയമായാലും ഒട്ടനവധി അഴിമതികൾ നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടിയാകും. ഓരോ ജനങ്ങളും അത് വോട്ടിലൂടെ പ്രതിഷേധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ വീട്ടിലോട്ട് ചെല്ലുമ്പോഴും അവരൊക്കെ തന്നെ പറയുന്നത്, അയ്യപ്പനെ അവരെ വിറ്റു തുളിച്ച ഒരു ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഭരണത്തിൽ വരണം. കാരണം BJP ഭരണത്തിൽ വന്ന് അവർക്ക് വിശ്വാസമുണ്ട്. കാരണം ഇതുപോലെയുള്ള അഴിമതികളും അക്രമങ്ങളും കെടുകാര്യസ്ഥതയും ഒന്നും തന്നെ ഉണ്ടാവാത്ത നല്ലൊരു സർക്കാരായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വരുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മേയർ വന്നാൽ, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരണം കിട്ടിയാൽ നല്ലൊരു വികസനം, മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ, രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഭരണസമിതി ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയവും ജനങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും പ്രതീക്ഷ. അതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങനത്തെ റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും 100% നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാൻഡിഡേറ്റ്സും വളരെയധികം വർക്കിലോട്ട് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ ഈ ജനങ്ങളോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പുതിയൊരു വാർഡാണ് എങ്കിലും ഞാൻ പ്രതിനിധീകരിച്ച വാർഡിൻ്റെ ഒരു ഭാഗം കരിമം വാർഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിമം വാർഡിലെ മുഴുവൻ വോട്ടേഴ്സിന് നമ്മളെ അറിയാം. കാരണം 2 ടേമായിട്ട് പാപ്പനോട് വാർഡിൽ ജനപ്രതിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തി എന്ന രീതിയിൽ പലർക്കും ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും എന്നെ അറിയാമോ, പുതിയതായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. 2 ടേം പാപ്പനംകോട് വാർഡിൽ ചെയ്തിട്ടുള്ള വികസനങ്ങളും ജനങ്ങൾക്കിടയിൽ ചെയ്തിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ കരിമത്തെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുന്നത്, ആശാനാഥിലെ പാപ്പനംകോടിൽ വാർഡിൽ വിജയിച്ച വ്യക്തിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അവർക്ക് കരിമം വാർഡിലെ ഓരോ ആളുകൾക്കും എന്നെക്കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞത്, ഒരു വേളയിൽ ചെല്ലുമ്പോൾ പറഞ്ഞു, ഇവിടെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്ന റോഡുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പുഞ്ചക്കരി പ്രദേശത്തൊക്കെ തന്നെ പോകുമ്പോൾ അവിടെ സഞ്ചാരയോഗ്യം പോലും അല്ലാത്ത റോഡുകളുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് അവർ പറഞ്ഞത്, അവർക്ക് ജയിച്ച് വന്ന ഉടനെ നമുക്ക് ഈ റോഡുകൾ
കാരണം അവർക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ വന്ന ഉടനെ ആ റോഡുകൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരണം, അതിൽ നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് കരിമം നിവാസികളുടെ എല്ലാം തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ പുഞ്ചക്കരി ഭാഗത്തെ റോഡാണ്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ജയിച്ചു വന്നാൽ ഫസ്റ്റായിട്ട് ആ റോഡ് അതിൻ്റെ റോഡിൻ്റെ പണി ചെയ്യുന്നതിനായിരിക്കും കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പുഞ്ചക്കരി പ്രദേശത്ത് വരുന്നത് ഒരുപാട് പൊക്കമുള്ള മലകൾ പോലത്തെയുള്ള ഏരിയാസ് കുറേയുണ്ട്. അപ്പോൾ അവിടെ കുടിവെള്ളത്തിന് ക്ഷാമമുണ്ട്, പല സമയത്തും കുടിവെള്ളം പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും മാർഗ്ഗങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ബാക്കി ഇനി എന്തൊക്കെ വിഷയങ്ങളുണ്ട്, കാരണം എന്ത് വിഷയമായാലും കരിമ നിവാസികളുടെ എല്ലാവരുടെയും കൂടെ അവരിൽ ഒരാളായി നിന്ന് എന്ത് ആവശ്യത്തിനും അവരോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിയായിട്ട് തന്നെ ഞാൻ കൂടെ ഉണ്ടാകും. ഇത് ഞാൻ കൊടുക്കുന്ന ഉറപ്പാണ് കരിമത്തിൻ്റെ ജനതയ്ക്ക്. അപ്പോൾ എല്ലാവിധ ആശംസകളും ആശാനാഥിന് നേരുകയാണ്. അത്തരത്തിൽ ശക്തമായി 100% വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പ്രചരണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.